നമസ്കാരം. നമ്മൾ മുംബൈയിൽ നിന്ന് റോഡ് മാർഗം കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ഭാഗത്തിൽ, അതായത് പാർട്ട് 1-ൽ, ഈ കോവിഡ് സമയത്ത് കേരളത്തിലേക്ക് പോകാൻ നമുക്ക് ഏതൊക്കെ പാസുകൾ ആവശ്യമുണ്ട്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ റോഡ് മാർഗം പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻകരുതൽ എടുക്കണമെന്നതിനെക്കുറിച്ചും നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലെത്തി ചെയ്തു നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. രാവിലത്തെ 5 മണിയായി. നമ്മളിപ്പോ യാത്രക്ക് വേണ്ടി പോവാണ്. നമ്മൾ പുറപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ എന്റെ നാട്ടിലെ വീട്ടിലെത്തും. നമുക്ക് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം 0 ആണ് കിലോമീറ്റർ. ഇനി കേരളത്തിലെത്തിയിട്ട് എത്ര കിലോമീറ്റർ ആണെന്ന് നമുക്ക് നോക്കണ്ടേ? Now time is 5:15. അപ്പോൾ നമ്മൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ കാർഗറിലാണുള്ളത്. കാർഗറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഹൈവേയിലേക്ക് പോകും. ഹൈവേയിലേക്ക് പോയി കലമ്പുള്ളിയിൽ നിന്ന് പിന്നെ നമ്മൾ പൂന എക്സ്പ്രസ് ഹൈവേ പിടിക്കും. അപ്പോൾ പൂന എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും പിന്നീട് നമ്മൾ സത്താറ, കോലാപ്പൂർ വഴി പിന്നീട് ബെൽഗാമെത്തും. ബെൽഗാമിൽ നിന്ന് പിന്നെ നമ്മൾ അങ്കോള, ഉടുപ്പി, മംഗലാപുരം, അങ്ങനെ കേരളത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എക്സ്പ്രസ് ഹൈവേയിലാണുള്ളത്. സമയം 5:47 നമ്മളിപ്പം അടുത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് ടോൾ നാക്കയിലെത്തും. വണ്ടികൾക്ക് വലിയ കുറവൊന്നും കാണുന്നില്ല. സാധാരണ പൂനെയിൽ പോകുന്നതിൽ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെയാണ് വാഹനങ്ങൾ ഉണ്ടാവാറ്. ട്രക്കുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ആക്ച്വലി കലാപൂർ ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. അതായത് പൂനെയിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ടോൾ നാക്ക. അപ്പോൾ ഇവിടെ ഒരു 3-4 വണ്ടികളുണ്ട് മുമ്പിൽ. ട്രക്കിൻ്റെ ലൈനിൽ കുറേ ട്രക്കുകളുണ്ട്. അവിടെ ഒരു പോലീസ് വാനൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ എന്തോ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. പ്ലാസയിൽ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് പാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മഹാരാഷ്ട്രയിലെ നമ്മളെ എക്സിറ്റ് പാസിൻ്റെ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, അവർ പോകാൻ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ പാസ് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പം പലരും പോകാൻ വിടുന്നുണ്ട്. കേരളത്തിൻ്റെ പാസ് മാത്രം കാണിച്ചു കഴിഞ്ഞാലും പോകാൻ വിടുന്നുണ്ട് എന്നാണ് ചില സുഹൃത്തുക്കൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഖണ്ടാലഘാട്ട്, അതായത് ലോണാവലക്ക് അടുത്തുള്ള ഖണ്ടാലഘാട്ടിൻ്റെ ഏകദേശം മുകളിൽ എത്താറായി. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം അടുത്ത നമ്മൾ ലോണാവല എത്തും. ഇതൊരു മഹാരാഷ്ട്രയിലൊരു പ്രശസ്തമായൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് ഞാൻ പറയുന്നത് ഇവിടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഖണ്ടാല, ലോണാവാല ഇത് രണ്ടും വലിയ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. ഇവിടെ ഇപ്പോഴും നല്ല മഞ്ഞാണ് ശരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ ലോണാവാല പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഏത് സമയത്ത് നമുക്കൊരു കുറച്ച് തണുപ്പ് എന്തായാലും ഉണ്ടാവും. തണുത്ത സമയത്ത് നല്ല തണുപ്പ്, പല മഴക്കാലം ആസ്വദിക്കാൻ ആൾക്കാർ ഇവിടെ വരും. ഇവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ സ്ട്രീറ്റ് പൂന. പാലികയുടെ വലിയൊരു ബോർഡാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ സത്താറ കഴിഞ്ഞ് കോലാപ്പൂരിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ വിചാരിച്ചു ബോംബെയിൽ നമ്മൾ പുറത്തേക്ക് ബ്രേക്കൊന്നും എടുത്തില്ലല്ലോ. ഏകദേശം നമ്മൾ 5:15 കഴിഞ്ഞേരം ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു 3 മണിക്കൂർ ആവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ഒരു ചായയൊക്കെ കുടിച്ചു
നമുക്ക് ചായയൊക്കെ ഫ്ലാസ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായക്ക് കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുമല്ലോ. ഇപ്പം ദൂരെ വെള്ളം നമ്മൾ ബോട്ടിൽ കൂടാതെ ഒരു 20 ലിറ്ററിൻ്റെ ബോട്ടിൽ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം എന്തായാലും കുറച്ച് വേണമെന്നുള്ളതുകൊണ്ട്. ഇതൊരു നല്ലൊരു പാറമടയാണ്. ഇത് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. നല്ല വെള്ളമാണ് ആക്ച്വലി. അത് സൂര്യപ്രകാശം അടിച്ചിട്ട് അതിൽ പച്ച കളറുണ്ട്. സൂര്യപ്രകാശം അടിച്ചിട്ട് ഇതിങ്ങനെ ഇതാവാണ്. ഒരു അടിപൊളി ലൊക്കേഷനാണ്. സാധാരണ ഇത് കാണാത്തൊരു ലൊക്കേഷനായിരുന്നു. ഇതിപ്പം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയത് കൊണ്ട് ഈ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് 2 മുഖം മൂടിധാരികൾ. We have crossed Karad. We will reach Kolhapur in 70 kilometers. Let's see. We have seen so many sugar canes. ഇവിടെ നമ്മളിപ്പോൾ കോലാപ്പൂർ എത്താൻ ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെക്കിംഗ് ഉണ്ട്. പിന്നെ പോലീസ് ഒരാളുടെ ഉള്ളിൽ തന്നെ കാറിൻ്റെ ഉള്ളിൽ 4 പേര്. അപ്പോൾ 4 പേരുടെയും ഒന്ന് നോക്കി. അതിനുശേഷം എല്ലാ വണ്ടികളും ഇവിടെ നിർത്തിയിട്ട് ട്രക്കുകൾക്ക് ഒരു സെപ്പറേറ്റ് ലൈനുണ്ട്. അതുപോലെ തന്നെ കാറിനും ഒരു വേറെ തന്നെ ലൈനുണ്ട്. അപ്പോൾ പോലീസ് അറേഞ്ച് ചെയ്തിട്ട് വിടുന്നുണ്ട് അവരുടെ ലൈനിലേക്ക്. അപ്പോൾ ഇവിടെ നല്ലൊരു ചെക്കിംഗ് പേഴ്സണാണ്. ഇപ്പോൾ നമ്മൾ കോലാപ്പൂർ എത്തിയിരിക്കുകയാണ്. 5:15 കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. ഇപ്പം 10 മണിയാകുമ്പോൾ നമ്മൾ കോലാപ്പൂർ എത്തിയിട്ടുണ്ട്. ഈ കോലാപ്പൂർ എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ കോലാപ്പൂരെ ഭക്ഷണം അല്ലേ. കോലാപ്പൂരെ കുറച്ചൊരു എരിവൊക്കെയുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ കോലാപ്പൂരെ മറ്റൊരു പ്രധാന സംഭവമാണ് ഇവിടുത്തെ മഹാലക്ഷ്മി ടെമ്പിൾ. ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ ടെമ്പിളിൽ ദർശനത്തിന് വേണ്ടി വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കോലാപ്പൂർ വഴി വന്ന് അമ്പലത്തിലും കയറിയിട്ടാണ് പിന്നീട് ബോംബെയിലേക്ക് പോയത്. നമ്മുടെ യാത്ര വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോവുകയായിരുന്നു. എല്ലാവരും വളരെ ത്രില്ലിലായിരുന്നു. നാട്ടിലെ അച്ചാച്ചനും അമ്മാമ്മയൊക്കെ കാണാം, അല്ലെങ്കിൽ വലിയ മെയിൻ ചേച്ചിയൊക്കെ കാണാമെന്നുള്ള ധാരണയിൽ കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൂടെ മിങ്കിൾ ചെയ്യാം. അങ്ങനെ എല്ലാവരും ഒരു നല്ലൊരു ഹാപ്പി മൂഡിൽ പോവുകയായിരുന്നു. ഒരു സ്റ്റിക്കർ പതിപ്പിക്കാനുണ്ട്. അപ്പോൾ അവിടെ അവർ കുറേ സ്റ്റിക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ ഒന്ന് നോക്കട്ടെ. സ്റ്റിക്കർ അവിടെ നിന്ന് എടുത്തിട്ട് വണ്ടിക്ക് ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അത് ചെയ്തിട്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് കർണാടക ബോർഡർ ഉണ്ട്. ഇത് ആക്ച്വലി എക്സിസ്റ്റിൻ്റെ ആയിരിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കർണാടകത്തിൻ്റെ ഏരിയയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പം ഇതുവരെയായിട്ടുള്ള മഹാരാഷ്ട്ര പാസിന് മാത്രം മതിയായിരുന്നു. ഇപ്പം കേരളത്തിൻ്റെ പാസ് കൊടുക്കേണ്ടി വന്നു, കാണിക്കേണ്ടി വന്നു. അപ്പോൾ അവർ എൻട്രി ചെയ്തു. അപ്പോൾ നമ്മൾ ബെൽഗാമിലേക്ക് കയറിയിരിക്കുക. ഈ കർണാടകത്തിലെ റോഡ്, അതായത് നമ്മൾ ഈ ബോർഡർ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഈ കാണുന്ന റോഡിൽ എത്രയോ കിലോമീറ്ററുകൾ നീളത്ത് കാണാൻ പറ്റും. നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ഏകദേശം 6 മണിക്കൂർ യാത്രയായി. 450 കിലോമീറ്റർ അടുത്ത് നമ്മൾ മുംബൈയിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മളിപ്പം ബെൽഗാം കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടത്. അതായത് ഒരു കയറ്റം കയറിയായിരുന്നു വണ്ടി. ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ
ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഹാഫിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു. അതിനനുസരിച്ചിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ അത് പോയി നമ്മുടെ ആ റെഡ് ലൈനിൻ്റെ ഇടയ്ക്ക് എത്താനായി. അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചൊരു ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ വണ്ടി എന്തായാലും ഒന്ന് നിർത്തേണ്ടി വരുന്നു. അപ്പോൾ ആ രീതിയിൽ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കി അവിടെ നിർത്തിയിട്ട് വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറന്നു. ബോണറ്റ് തുറന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഒരു ഭയങ്കര കാഴ്ചയായിരുന്നു. മുഴുവൻ സ്ഥലത്തും നമ്മുടെ കൂളന്റിന്റെ പച്ച കളർ ഇതിങ്ങനെ സ്പില്ല് ചെയ്ത് കിടക്കുകയായിരുന്നു. സാധാരണ ബെൽഗാമിൽ നിന്നും വണ്ടി റിപ്പയർ ചെയ്തതിന് ശേഷം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ AC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വിൻഡോ കുറച്ച് താത്തിട്ടാണ് പിന്നീടുള്ള യാത്ര തുടർന്നത്. പക്ഷെ എന്നാലും നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ധാർവാഡ് കഴിഞ്ഞു. ഹുബ്ലി എത്താൻ ഒരു 6 കിലോമീറ്ററുള്ള സമയത്താണ് നമ്മൾ ബാംഗ്ലൂർ റൂട്ടിൽ നിന്നും മംഗലാപുരത്തേക്ക് തിരിയേണ്ടത്. നമ്മൾ ആ ഹൈവേയിൽ നിന്നും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമ്മുടെ മെയിൻ ഹൈവേയുടെ അടിയിലൂടെ വേണം നമുക്ക് പിന്നെ കാടിലൂടെയുള്ള യാത്ര. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് അപ്പോൾ ആ ജംഗ്ഷനിൽ തന്നെ ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു. ഒരു പെർമനൻറ്റ് സെറ്റപ്പ് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അയാളുടെ AC കാര്യം പറഞ്ഞു, കൂളന്റിൻ്റെ കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ റിപ്പയർ ചെയ്ത് തരാം, പെട്ടെന്നാവും. അങ്ങനെ 1 മണിക്കൂറോളം അയാൾ വർക്ക് ചെയ്തു. അയാളത് റെഡിയാക്കി. അയാൾ പറഞ്ഞു ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇതും കൊണ്ട് സുഖമായിട്ട് യാത്ര തുടരാം. ഞാൻ ചോദിച്ചു എന്താണ് ഇനിയിപ്പം റേറ്റ്. അപ്പോൾ അയാൾ പറഞ്ഞു 3900 രൂപ. അത് സത്യത്തിൽ ഒരു വലിയ തുകയായിരുന്നു ആ ഒരു വർക്കിന്. ആ 1 മണിക്കൂറിൻ്റെ അടുത്തുള്ള വർക്ക് അതിന് ഏകദേശം ഈ പൈസ എന്ന് പറയുമ്പോൾ കുറേ കൂടുതലായിരുന്നു. ഞാൻ അയാൾ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അയാൾ പറഞ്ഞു ഒന്നും പറ്റത്തില്ല. ഒടുവിൽ ഒരു ചെറിയ നെഗോഷിയേഷന് ശേഷം അയാൾ 2000-ൽ ഓക്കെ പറഞ്ഞു. അയാൾക്ക് പൈസ കൊടുത്തു. അയാളോട് താങ്ക്സ് പറഞ്ഞു. നമ്മൾ യാത്ര തുടർന്നു. കാടൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയായിരുന്നു. 2 സൈഡിലും നല്ല പച്ചപ്പ്, നടുവിലെ റോഡ്, കൂടുതൽ ട്രാഫിക് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു പേസിൽ അതങ്ങനെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. ഏകദേശം സമയം 6 മണിയാകാറായി. ചുറ്റും നേരത്തെ ഇരുട്ട് വന്നു തുടങ്ങി. ആ സമയത്ത് നമ്മളൊരു കയറ്റം കയറുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഹേമ ചോദിച്ചു എന്തോ ഒരു സ്മെല്ല്. ഞാനും ശ്രദ്ധിച്ചു. ശരിയാണല്ലോ. ഉടൻ തന്നെ നമ്മുടെ വണ്ടി ആ ഒരു കയറ്റത്തിൻ്റെ ഏകദേശം മുകളിലെത്തിയിട്ട് അവിടെ വണ്ടി നിർത്തി ആ ബോണറ്റ് തുറന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ബെൽഗാമിൽ ഏത് രീതിയിലായിരുന്നു കൂളൻ്റൊക്കെ ഇങ്ങനെ സ്പില്ല് ചെയ്തിട്ടൊരു ഭയങ്കര അവസ്ഥ ഉണ്ടായിരുന്നത്, അതേ അവസ്ഥയിലാണ് ഇപ്പം അവിടെയും കാണാൻ സാധിച്ചത്. ആദ്യം ബെൽഗാമിൽ ചെയ്ത പയ്യനെ വിളിച്ചു. അവൻ പറഞ്ഞു നിങ്ങൾ എൻജിൻ സ്റ്റാർട്ടാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എൻജിൻ സ്റ്റാർട്ടാവുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇത് കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. അവൻ്റെ വാക്ക് കേട്ട് ഞാൻ കുറച്ച് സമയം കൂടി തണിയാതെ ഏകദേശം കുറച്ച് തണിയുന്നവരെ വെച്ചു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം സത്യത്തിൽ ഇല്ലാതാവുക. ഞാൻ ഉടൻ തന്നെ ഖാർഗറിൽ എൻ്റെ വണ്ടി റിപ്പയർ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അയാളെ വിളിച്ചു. വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് അയാളെ കണ്ടീഷനുകൾ കാണിച്ചു കൊടുത്തു. അയാളും പറഞ്ഞത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ശരിയാക്കി മാത്രം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കിയപ്പോൾ നല്ല കട്ടിയായി ഇരുട്ട് വന്ന് നമ്മളിങ്ങനെ പൊതിയാനായി കാത്തിരിക്കുന്നു. ഇടയിൽ പോകുന്ന ഒരു ട്രക്ക്, ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ്റെ വണ്ടി, ഇതല്ലാതെ ഏറെക്കുറെ വിജനമായ ആ കാടിൻ്റെ സൗന്ദര്യം ഇപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറാൻ തുടങ്ങി. ആ സൗണ്ട്, കാട്ടിലുള്ള സൗണ്ടൊക്കെ തന്നെ ഭീതിതമാകാൻ തുടങ്ങി. അപ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരമ്പലം ശ്രദ്ധയപ്പെട്ടു. അവിടെ നോക്കുമ്പോൾ അമ്പലത്തിൽ ആൾക്കാർ വരാറില്ലെങ്കിലും പക്ഷെ നിത്യപൂജയ്ക്ക് ആരെങ്കിലും വരാറുണ്ട്, അവിടെ വിളക്ക് കത്തിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ഉടൻ തന്നെ അവിടേക്ക് പോയി.
അവിടെ പോയി ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം, നമ്മുടെ വണ്ടി അവിടെ തന്നെ കിടക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്ന് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കംപ്ലീറ്റ് ലോക്ക്ഡൗണാണ്, എങ്കിലും നോക്കട്ടെ. എങ്കിലും നോക്കട്ടെ എന്ന ഒരു വാക്ക് സത്യത്തിൽ ഒരു കുളിർമഴയായിട്ടാണ് ഒരു മനസ്സിൽ പെയ്തത്. നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിൽ ഒരാളുമില്ലാതെ നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾ ഒരുപാട് ശക്തി ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ പല കാര്യങ്ങളും പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഹേമ വളരെ സമചിത്തതയോടെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അനേഹയാവട്ടെ കുട്ടിത്തം കൊണ്ടായിരിക്കാം, അവൾക്ക് ആ ഒരു സിറ്റുവേഷൻ്റെ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം അവൾ പറഞ്ഞ് നമുക്ക് കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദിവിൻ്റെ മുഖത്തും ഉള്ളിലുണ്ടാവാം, കാരണം അവൻ്റെ പൊതുവെ സ്വഭാവങ്ങൾ അങ്ങനെയാണ്. പക്ഷെ പുറത്ത് അവൻ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു കുറച്ചുകൂടി ആത്മവിശ്വാസം ശരിക്കും വരികയായിരുന്നു. കൂടാതെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും കുറച്ചൊരാശ്വാസമായി. എങ്കിലും മനസ്സിലെ വിഹുലതകൾ മാറുന്നൊന്നുണ്ടായിരുന്നില്ല. കാരണം കാട്, യാതൊന്നുമില്ല, അടുത്തുള്ളൊരു അമ്പലം മാത്രമായിരുന്നു തുണ. ഇന്നിപ്പം ഒരാൾ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ദർശനം കഴിഞ്ഞു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഏതായാലും ഒരു കാര്യം ചെയ്യും, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. അഥവാ പോകുന്നുണ്ടെങ്കിൽ ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് നമുക്കൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യത്തിന് ആ വണ്ടി സ്റ്റാർട്ടായി കിട്ടി. നമ്മൾ ആ കയറ്റം മുഴുവൻ കയറി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും അതേ അവസ്ഥ, ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആ വണ്ടി ന്യൂട്രലിൽ അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ താഴേക്ക് പതിയെ പോകാൻ തുടങ്ങി. അങ്ങനെ പോയി താഴെ വണ്ടി അവിടെ നിന്നു. പിന്നീട് നമ്മൾ വണ്ടി തള്ളി പിന്നെ റോഡ് സൈഡിലേക്ക് ഒതുക്കി വെച്ചു. വീണ്ടും പഴയ അവസ്ഥയിൽ. ചുറ്റുമാണെങ്കിൽ ഇരുട്ട് കൂടിക്കൂടി വരികയാണ്, മറ്റാരുമില്ല, നമ്മൾ കൂടാതെ പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ് സത്യത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രസാദം തന്നെ നമുക്ക് ആ സമയത്ത് തോന്നി തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് 2 പേര് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത് വണ്ടിക്ക്? അത് മലയാളത്തിൽ 2 പേര് വന്നിട്ട് എന്താ വണ്ടിക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ ഭയങ്കര സന്തോഷമായി. അവരും അതേ അവസ്ഥയിൽപ്പെട്ട 2 പേരായിരുന്നു. അവർ ട്രക്ക് ഡ്രൈവേഴ്സായിരുന്നു. അവർ തലേന്ന് മുതൽ അവിടെയുണ്ട്. അവരെ വണ്ടിക്കും അങ്ങനെ പ്രോപ്പറായിട്ട് റിപ്പയറിന് പറ്റിയ ആളെ കിട്ടാത്തത് കൊണ്ട് അവരവിടെ പെട്ടുപോയതായിരുന്നു. അവരോടും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഈ സ്ഥലം അത്ര സുരക്ഷിതമല്ലാത്ത സ്ഥലമാണ്, കാരണം നമ്മൾ പലപ്പോഴും ഈ റൂട്ടിൽ പോകാറുണ്ട്, ഇടയിൽ തന്നെ മോഷണ ശ്രമങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും അവരുടെ സ്ത്രീയൊക്കെ വണ്ടിയിലിരിക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. അതിനിടയിൽ പ്രസാദ് ഒരു മെക്കാനിക്കിന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. മെക്കാനിക്ക് അടുത്ത് തന്നെയുള്ള ഭരത് ഓട്ടോ എന്ന് പറയുന്ന വലിയൊരു മാരുതിയുടെ ഓതറൈസ്ഡ് ഡീലറുണ്ട്, അവരുടെ മെക്കാനിക്കാണ്. അദ്ദേഹത്തെ വിളിക്കുകയും അയാളോട് കാര്യങ്ങൾ പറയുകയും, അപ്പോൾ അയാൾ പറഞ്ഞു, ഈ വണ്ടിയുടെ ക്ലച്ച് പാഡ് പോയതാണ്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ടോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ തോന്നുന്നു, ഏതായാലും ഞാൻ വന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മെക്കാനിക്കിനെ കാത്തിരിക്കുകയും അല്പസമയം ശേഷം മെക്കാനിക്ക് ചെക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, ഇത് ടോ ചെയ്ത് കൊണ്ടുപോയേ പറ്റും. അങ്ങനെ വണ്ടി നമ്മൾ ടോയിങ്ങിന് വേണ്ടി വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയും വണ്ടി ടോ ചെയ്ത് നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനിടയിൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അവരുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുകയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറയുകയും മാത്രമല്ല അവർ കഞ്ഞി വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഭക്ഷണം ഉള്ളതുകൊണ്ട് നമ്മൾ സ്നേഹപൂർവ്വം അത് നിരസിക്കുകയും നമ്മൾ ടോയിൽ വന്ന വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയി വണ്ടി അവിടെ പാർക്ക് ചെയ്തു. വണ്ടി അവിടെ പാർക്ക് ചെയ്യുകയും, കാരണം നമുക്ക് വണ്ടി രാത്രി ആയതുകൊണ്ട് തന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രസാദ് അവിടെയുള്ള പെട്രോൾ പമ്പിൽ അവരോട് സംസാരിച്ചു, പക്ഷെ അവർ നമ്മളെ ഉള്ളിൽ കയറ്റുന്നുണ്ടായിരുന്നില്ല.
അതിൻ്റെ മുതലാളിയോട് സംസാരിച്ചു. മുതലാളിയും പറഞ്ഞത് MH വന്ന വണ്ടിയാണ്, അപ്പോൾ നിങ്ങൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്തോളൂ, ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ടോയ്ലറ്റോ മറ്റ് ഫെസിലിറ്റികളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ നമ്മൾ അനുവദിക്കുകയുമില്ല. അപ്പോൾ ചില സമയത്ത് ചിലർ മാനുഷികമായൊരു പരിഗണന പോലും നൽകുന്നുള്ളത് ഒരു വളരെ ദുഃഖകരം തന്നെയാണ്. അപ്പോൾ മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി കുറച്ച് ദൂരെ, എന്നാൽ ലൈറ്റ് ചെറുതായ രീതിയിൽ വരുന്നുണ്ടായിരുന്നു, അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നു. സമയം ഏകദേശം 9 മണിയായി. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കോളൊക്കെ വരുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ നമ്മൾ സുരക്ഷിതമാണെന്ന് പറഞ്ഞു. അതിനിടയിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നിയതുകൊണ്ട്, അതായത് കുടിക്കാനുള്ള വെള്ളം മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് വന്നവർ ഒരു 20 ലിറ്ററിൻ്റെ ക്യാനിൽ നമുക്ക് വെള്ളം കൊണ്ടുതരികയും ചെയ്തു. പിന്നെ അതിനിടയിൽ പ്രസാദ് പറഞ്ഞു, എന്നാൽ പിന്നെ ശരി, നാളെ കാണാം, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. ടോയിങ്ങിന് വന്നവരും പിന്നെ മറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്ക് അവിടെ വെള്ളം തന്നതിന് ശേഷം അവരും തിരിച്ചു പോയി. ഇപ്പോൾ വണ്ടിയിൽ നമ്മൾ 4 പേരും, അല്പം പെട്രോൾ പമ്പിൽ നിന്ന് ഇങ്ങനെ വെളിച്ചം വരുന്നുണ്ട്, നമ്മൾ ഗ്ലാസ്സൊക്കെ കുറച്ച് താഴ്ത്തി അതിൽ ഇരുന്നു. ഇനി എന്ത് ചെയ്യും? ഇതിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടേണ്ടി വരുമോ? അല്പസമയം കഴിഞ്ഞാൽ പെട്രോൾ പമ്പിലെ ലൈറ്റും ഓഫാവും. ഇങ്ങനെയുള്ള ഒരു പ്രഷർ നമ്മളിങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ചൂട് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുട്ടും നന്നായിട്ട് കനത്ത് തുടങ്ങി. പെട്രോൾ പമ്പിലെ ലൈറ്റും ഓഫായി. വളരെ നേർത്തൊരു പ്രകാശം മാത്രം. പിറകിൽ കുറച്ച് ദൂരെയായ ഒരു ട്രക്ക് വന്ന് നിർത്തി. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു രീതിയിൽ നമുക്കിനിയിപ്പം നേരം പുലർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അതിനിടയിൽ ഞാൻ ചിലരൊക്കെ കോണ്ടാക്ട് ചെയ്തു. അതിൽ പ്രത്യേകിച്ചും നാട്ടിൽ നിന്നുള്ള പ്രകാശേട്ടൻ, മനുവേട്ടൻ, കുമാർ, അതുപോലെ തന്നെ അങ്ങനെ കുറേ പേര്, അതുപോലെ തന്നെ പ്രത്യേകിച്ചും കാർഗറിൽ സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ, അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു മെസ്സേജ് അദ്ദേഹം എൻ്റെ പേര് വെക്കാതെ ഗ്രൂപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഗ്രൂപ്പുകളിൽ എൻ്റെ പേര് മനഃപൂർവ്വം വെക്കാതിരുന്നതാണ്. എനിക്കറിയാൻ വരുന്ന പേരുണ്ടായിരുന്നു, നിങ്ങൾ പലരും എന്നെ വിളിക്കുമായിരുന്നു എന്നുള്ളത്. കാരണം അതിൽ എത്രയോ പേര് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. കാരണം എൻ്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു പരിഭ്രാന്തി ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ബാറ്ററിയുടെ ബാക്കപ്പും, അതായത് മൊബൈലിൻ്റെ ചാർജും ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 10:45 കഴിഞ്ഞപ്പോൾ പ്രകാശേട്ടൻ ത്രൂ ഒരു ഹുബ്ബിളിയിലുള്ള ഒരു ഹോട്ടലുകാരൻ്റെ നമ്പർ കിട്ടുകയും അദ്ദേഹം എന്നെ വിളിക്കുകയും ചെയ്തു. അദ്ദേഹം എനിക്ക് അങ്കോളയിൽ ഒരു ഹോട്ടലുണ്ടെന്നും അവിടെ പോയി നോക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ രാത്രി ഒരു 11 മണിയാവുന്ന സമയത്ത് അവിടെ പോയി. പക്ഷെ അത് ഭയങ്കര ഇരുട്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. മൊബൈലിലെ ലൈറ്റ് മാത്രമായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ ഫാമിലിയോട് പറഞ്ഞു, നിങ്ങളവിടെ ഇരിക്കൂ. അങ്ങനെ ഞാൻ ഇരുട്ടത്ത് പോയി മൊബൈലിലെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവിടെ എത്തി. അവിടെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ വിളിക്കുകയും, അപ്പോൾ ആ വിളിച്ച നമ്പറുകാരൻ പറഞ്ഞു, ഞാൻ നാട്ടിലാണ്, ഞാൻ വേറൊരു നമ്പർ അവിടെയുണ്ട്, അതിൽ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ നമ്പർ വിളിച്ചു. കുറച്ച് പ്രാവശ്യം വിളിച്ചപ്പോൾ അദ്ദേഹം എടുക്കുകയും ഫോൺ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പം ഒന്നും പറ്റത്തില്ല, കാരണം വലിയൊരു സിറ്റുവേഷൻ, വളരെ ബുദ്ധിമുട്ടാണ്, ആർക്കും റൂം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ സഹായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അല്പസമയം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഏതായാലും നിങ്ങൾ റൂമിൽ താമസിക്കൂ, ഞാൻ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരാം. യഥാർത്ഥത്തിൽ അവർ സർവീസിന് വേണ്ടി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിരുന്നില്ല. അവർ ജസ്റ്റ് പാർസൽ സർവീസ് അന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു പ്രധാന വർക്കൗട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൂർഗിലാണ്, മലയാളി ബന്ധമുള്ളവരാണ്. അപ്പോൾ ആ ഒരു മലയാളി ബന്ധം അവിടെ ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവരെയും കൂട്ടി
റൂമിലേക്ക് പോയി. കയ്യിൽ അത്യാവശ്യം ബാഗ് മാത്രം എടുത്തു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ ഇവിടുന്ന് പോകേണ്ടി വരും, ആരും അറിയരുത് എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാൻ പറയാം. അങ്ങനെ നമ്മളവിടെ പോയി രാത്രി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനിടയിൽ ഒരെടുത്ത് പറയത്തക്ക കോളുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ശ്രീ പവിത്രൻ, കാസർഗോഡ് എന്നുള്ള ഒരു സേവാഭാരതി പ്രവർത്തനമാണ്. അദ്ദേഹത്തിന് ഏതോ ഗ്രൂപ്പ് ത്രൂ മെസ്സേജ് കിട്ടിയതായിരുന്നു. അദ്ദേഹം പിന്നീട് ഹുബ്ലിയിലുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെടുകയും അയാൾ എന്നെ വിളിച്ചു. പിന്നീട് അങ്കോളത്തിൻ്റെ ഒരാൾ വിളിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ നമ്മൾ എന്ത് സഹായവും ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വണ്ടി അവിടെ കിടക്കുന്ന സമയത്ത് ഞാനൊരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അഥവാ ഒരു കാറ് കിട്ടുകയാണെങ്കിൽ നാട് വരെ പോകാനും, അതല്ലെങ്കിൽ ഒരു വണ്ടിയിൽ മംഗലാപുരം എത്താനും അവിടുന്ന് പിന്നെ വേറൊരു വണ്ടി എടുത്തിട്ട് നാട്ടിലേക്ക് പോകാനും ഉള്ളൊരു ഓപ്ഷൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ MH, അതായത് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ ആരും റെഡിയാവുന്നുണ്ടായിരുന്നില്ല. അതിന് പലരൊക്കെ സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. ഇവൻ മനോഹരനൊക്കെ അതിന് വേണ്ടി കുറച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആർക്കും അതിന് പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ പവിത്രൻ വിളിച്ച അങ്കോളയിൽ നിന്ന് വിളിച്ച ആൾ അയാൾ പറഞ്ഞു നിങ്ങൾക്കിപ്പം വണ്ടി വേണമെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്യാം, അതുമല്ലെങ്കിൽ താമസത്തിന് സൗകര്യം ചെയ്യാം, ഫുഡ് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്യാൻ തയ്യാറായി. ഏതായാലും നമുക്ക് അവിടെ റൂം ശരിയായതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം അതൊന്നും വേണ്ട, ഞാൻ നാളെ കാലത്ത് പറഞ്ഞിട്ട് അവിടെ രാത്രി തങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ 7 മണിയാകുമ്പോൾ നമ്മൾ പോകാൻ തയ്യാറായി. ആ സമയത്ത് ഹോട്ടലിൻ്റെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തൽക്കാലം പോകണ്ട, കാരണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും, അവിടെയും നിങ്ങൾ വെയിലത്ത് തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇവരിവിടെ നിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തരാം, ലഞ്ചും അറേഞ്ച് ചെയ്യാം. അങ്ങനെ അദ്ദേഹം അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തു. അതിനിടയിൽ ഞാൻ 9 മണിയാകുമ്പം ടോയിങ് ചെയ്യാനൊക്കെ പോകാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഇന്നലത്തെ മെക്കാനിക്കും ടീമും ടോ ചെയ്യാൻ വേണ്ടി അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ടോ ചെയ്ത് അവിടെ കൊണ്ടുപോവുകയും പിന്നീട് വർക്ക്ഷോപ്പിൽ എത്തി അവിടെ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ക്ലച്ച് പാഡ് അവിടെ അവൈലബിൾ ആയിരുന്നില്ല. അത് കാർവാർന്നോ അതല്ലെങ്കിൽ കുംട്ടയിൽ നിന്നോ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഏകദേശം അത് കിട്ടാൻ വേണ്ടി ഒരു 2 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എൻ്റേതായ രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ആ രീതിയിൽ ഞാൻ മനോഹരനോട് സംസാരിക്കുകയും അദ്ദേഹം ഒരാളെ തയ്യാറാക്കി തരികയും ചെയ്തു. എന്നാൽ വർക്ക്ഷോപ്പുകാർ പറഞ്ഞു അതിനെക്കൊണ്ട് കാര്യമില്ല, കാരണം ഒരു ട്രാൻസ്ഫറബിൾ ഐറ്റമാണ്, അങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. മാത്രമല്ല ഇത് നമുക്ക് എൻ്റെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് വർക്കുണ്ട്, അതൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം 2-3 മണിക്കൂർ കഴിയും. അങ്ങനെ ആ നിർദ്ദേശം ഞാൻ പിന്നെ കുംട്ടയിൽ നിന്ന് പേഴ്സണൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശം പിന്നെ മാറ്റിവെച്ചു. പിന്നീട് അവരവരുടെ വർക്ക് തുടങ്ങി. അങ്ങനെ സാധനങ്ങൾ കിട്ടി. വൈകിട്ട് 6 മണിയാവുന്ന സമയത്ത് നമ്മുടെ വണ്ടി ശരിയായി 6:30 എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അതിനിടയിൽ രാവിലെ മുതലേ അറിഞ്ഞ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ തന്നെ പിന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആ സീരിയസ്നെസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ രാമകൃഷ്ണൻ പിന്നെ ചില ആൾക്കാർ, ചില വണ്ടിക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോടൊക്കെ പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടന്നതുകൊണ്ട് പറഞ്ഞു പിന്നെ തൽക്കാലം ആവശ്യമില്ല എന്ന് അവരോടൊക്കെ പറഞ്ഞു. അതുപോലെ നമ്മുടെ പ്രസാദ് ഒരു 2-3 പ്രാവശ്യം വിളിച്ചു, ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം കാണാൻ വന്നു. അതുപോലെ തന്നെ ശ്രീ കാസർഗോഡ് പവിത്രൻ ഒരു പ്രസാദ് തന്നെ അങ്കോളയിൽ നിന്ന് തലേന്ന് 2-3 പ്രാവശ്യം കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹവും പിറ്റേന്ന് 3-4 പ്രാവശ്യം കോൺടാക്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് ഈ അവസരത്തിൽ. അതിനുശേഷം നമ്മളെ വണ്ടി കിട്ടിയതിന് ശേഷം ഇറങ്ങാൻ പുറപ്പെട്ട സമയത്ത് നമ്മുടെ ഹോട്ടലിലെ അദ്ദേഹം രാത്രിയേക്കുള്ള 3 പാർസൽ കൂടി തന്നു, ബിരിയാണി പാർസലാക്കി തന്നു. അങ്ങനെ ഒരു നല്ല ആൾക്കാരുടെ ഒരു ഹെൽപ്പ് കൊണ്ട് ഒരു സന്തോഷകരമായ രീതിയിലെത്തി. അതിലെന്നെ അത്ഭുതപ്പെടുത്തിയ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ ഭാരത് ഓട്ടോ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വലിയൊരു എമൗണ്ട് ആയിരുന്നു. എന്നാൽ ഫൈനൽ ബില്ല് വരുമ്പോൾ ഏകദേശം അതിൻ്റെ പകുതിയിലും താഴെയുള്ളൊരു എമൗണ്ടിലാണ് അവർ ചാർജ് ചെയ്തത്. അതുപോലെ നമ്മുടെ ഹോട്ടലിൽ
റിച്ചാണ്. അവർ തലേന്ന് അഭയം തന്നു, അതിനുശേഷം ഫുഡ് 3 നേരത്തെ ഫുഡ് തന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പൈസയൊന്നും വേണ്ട, ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഫുഡിന് എന്തെങ്കിലും തന്നാൽ മതി. ഒടുവിൽ നിർബന്ധിച്ചതിന് ശേഷം അവർ അത് 2000 രൂപ മാത്രമേ വാങ്ങിച്ചു. അപ്പോൾ സത്യത്തിൽ അവിടെ ഒരു ചെറിയ വർക്കിന് വലിയൊരു എമൗണ്ട് ചോദിച്ച ധാർവാടുകാരനും എത്രയോ വലിയ വർക്കുകൾ ചെയ്തിട്ട് അതിലൊന്നും പ്രതീക്ഷിക്കാത്ത ചിലർ, ഇങ്ങനെയുള്ള മനുഷ്യരും നമുക്ക് പലപ്പോഴും കണ്ടുമുട്ടാം. അങ്ങനെ രാത്രി 7:15 നമ്മൾ അങ്കോളയിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു. ഏകദേശം 400 കിലോമീറ്ററാണ് അവിടെ നിന്നും വീട്ടിലേക്കുള്ളത്. നമ്മൾ ഒരു 11 മണി കഴിഞ്ഞതിന് ശേഷം മംഗലാപുരത്തെത്തുകയും അവിടെ നിന്ന് 2 മണിക്കൂർ താഴെ ട്രാവൽ ചെയ്ത് വീട്ടിലെത്തുകയും ചെയ്തു. ഇപ്പം നമ്മൾ മാംഗ്ലൂർ എത്താനായി. അപ്പോൾ ഇവിടെ വെൽക്കം ടു DK ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്താണ് ഇപ്പോൾ ഒരു വലിയൊരു ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമുക്ക് ഒരു സ്ലിപ്പ് തരുന്നുണ്ട്. ഈ സ്ലിപ്പ് അവിടെ പോയിട്ട് നമ്മളുടെ പേരും ഡീറ്റെയിലും പിന്നെ കൊടുക്കണം. പാസ് ചോദിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് പറഞ്ഞു ഇതൊക്കെയാണ് ഇവിടത്തേക്കാകുമ്പോൾ എത്ര പാസഞ്ചറാണ്. ഇനി ഇത് പിന്നെ തലപ്പാടിയിൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എക്സിറ്റ് തരൂ. നേരത്തെ മംഗലാപുരത്ത് കിട്ടിയ റെസീറ്റ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കേരളത്തിലേക്ക്. ആക്ച്വലി എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം. ഇവിടെ വണ്ടി സാനിറ്റൈസ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ആ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. പക്ഷേ അത്ഭുതം വരട്ടെ, ഇവിടെ ഒരാൾ പോലും നമ്മളെ നിർത്തുന്നുണ്ടായിരുന്നില്ല. നേരെ പോകേണ്ടവർക്ക് പോകാമായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് ചോദിച്ചു നിർത്തണമെന്ന്, അവരോട് നിർത്തണം. ശരി. ഇപ്പം നമ്മൾ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു വണ്ടി കൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർ സ്റ്റേറ്റ് എന്നുള്ള ഒരു ലേബൽ കൂടി തന്നിട്ടുണ്ട്. അത് വണ്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞത് ഒന്നും ചെയ്യണ്ട, ഇനി നേരെ പോയിട്ട് തലപ്പറമ്പിലെത്തിയതിന് ശേഷം അവിടുത്തെ പോലീസ് സ്റ്റേഷനൊന്ന് വിളിച്ച് പറയണം. അപ്പോൾ അവരനുസരിച്ചിട്ട് കാര്യങ്ങൾ നോക്കണം. ഇനി ഓൾറെഡി നമ്മുടെ കാര്യങ്ങൾ അവരുടെ സൈറ്റിലെ ആപ്ലിക്കേഷനിൽ അത് വന്നു. അതിൽ പക്ഷേ ഒരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാംഗ്ലൂർ അവിടെ നിന്ന് നമ്മുടെ തലപ്പാടി ഇവിടുന്ന് ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കർ 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ 1/2 കിലോമീറ്റർ കഴിഞ്ഞ് കൊടുത്തു. എൻ്റെ ഡീറ്റെയിൽ അവർ മൊബൈലിലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ആ നമ്പറിനനുസരിച്ചിട്ട്. പക്ഷെ കുറേ വണ്ടികൾ എന്തായി, അവിടെ ആരും തടഞ്ഞു നിർത്താനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കറിയില്ലായിരുന്നു. അവർ കടന്നുപോയി. ഞാനിവിടെ എത്തുമ്പോൾ അവരൊക്കെ ഇവിടെ ലൈനായിട്ട് 15 വണ്ടി ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോലീസിനോട് ഇവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിനാണ് പോലീസിന് ചോദിച്ചത് ചെയ്തില്ല. എന്നിട്ട് അവരെ തിരിച്ചു വിട്ടു. അവർക്ക് അതൊക്കെ ചെയ്തിട്ട് വേണം തിരിച്ച് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യത്തിൽ അവർ ഒരു ആളെയും വെച്ചില്ല. അതൊന്നും ചെയ്യേണ്ടതായിരുന്നു. ബാക്കി ഇനിയിപ്പം ചിലപ്പം പോയിട്ട് കാണാം. നാട്ടിലെത്തിയപ്പോൾ കിലോമീറ്റർ 1089 ആയി. അപ്പോൾ ഇതിനിടയിൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 7 മണി ആവുന്ന സമയത്ത് പ്രസാദ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ബഡ്കൽ എത്തിയ സമയത്ത് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചി അവിടെയുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം എത്തിക്കാമെന്നുള്ളത്. അതുപോലെ ഒരു 10 മണിയാകുമ്പോൾ ശ്രീ പവിത്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുറപ്പെടുന്നത് തൊട്ട് മുമ്പ് പവിത്രൻ ത്രൂ റെഫറൻസ് ഉണ്ടായിരുന്ന പ്രസാദ് അങ്കോള അദ്ദേഹം നമ്മെ കാണാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേന്നും നമ്മുടെ പ്രസാദും അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന വിജയ്, സുരേഷ് എന്നിവരും എല്ലാത്തിനും നന്നായി സഹായിച്ച റസാഖ് ഭായിയും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ യാത്രയിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റും. ഒന്നാമതായി, നമ്മൾ എത്ര വലിയ അപകടത്തിൽ പെടുകയാണെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മെ സഹായിക്കാനുണ്ടാകും എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. രണ്ടാമത്, ഏത് സിറ്റുവേഷനിലും നമ്മൾ നമ്മുടെ സമചിത്തത കൈവിടാതെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മധൈര്യം ഉണ്ടാവുകയും
നമുക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും പ്രവാസികൾ, നമ്മുടെ സാമൂഹ്യമായ ബന്ധങ്ങളെക്കുറിച്ചാണ്. സോഷ്യൽ കോണ്ടാക്റ്റുകൾ. നമ്മുടെ ചുറ്റുപാടുമുള്ള സമാജങ്ങളിലും സംഘടനകളിലും അംഗമാവുകയും പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും എവിടെയാണെങ്കിൽ പോലും ഒരു സഹായം കിട്ടാൻ ഇത്തരത്തിൽ ബന്ധങ്ങൾ സഹായിച്ചേക്കാം. നാലാമതായി, ലോക്ക്ഡൗൺ കാലത്ത് പ്രത്യേകിച്ചും കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയ ദിവസങ്ങളിൽ യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ടത്, വണ്ടിയുടെ കണ്ടീഷൻ. അതെല്ലാവർക്കും അറിയാം. വണ്ടി ട്രാവലിങ്ങിന് മുമ്പേ നമ്മൾ ഡബിളി എൻഷുർ ചെയ്യണം. അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെ വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും വഴികളുണ്ടാകാം. ഏതെങ്കിലും വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കേവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങൾ പലരും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ്. ആദ്യത്തെ പാട്ടിൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ, രണ്ടാമത്തെ പോർഷനിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെ, അടുത്ത വീഡിയോയിൽ കാണാം. കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൺ എന്തായാലും പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയും. എന്തായാലും ബെല്ലൈക്കൺ പ്രസ് ചെയ്യേണ്ടി വരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.